ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിപ്രിയ കാർത്തിക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. കുറെ നാളായിരുന്നു നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. കാർത്തി ജോലിക്ക് പോയി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇന്ന് പുട്ടും പഴമാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് കഴിക്കാം. പറ്റുവാണെങ്കിൽ കാർത്തിനെ ഈ ഒരു വ്ളോഗിൽ കാണിക്കാം വന്നു കഴിയുമ്പോൾ. എന്നാൽ ലേറ്റ് ആയിട്ടായിരിക്കും വരുള്ളൂ ആള്, കാരണം ഇന്ന് ഫുട്ബോൾ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു 3 days ഫുട്ബോൾ ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. അപ്പം ഇന്ന് ആ ഒരു ദിവസമാണ്. അപ്പം എന്തായാലും ലേറ്റ് ആവും, ഒരു 9 മണിയൊക്കെ ആവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും 9 മണി വരെ ബോർ അടിച്ചിരിക്കുകയാണ്, ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിപ്രിയ കാർത്തിക്. I see what he loves about you. You're so perfect. Hope you know that you got everything. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ഫുൾ ക്ലീനാക്കി. നമ്മളിതേ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ ആകെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇവിടെയും ഞാൻ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സാധനങ്ങളൊക്കെ എല്ലാം ടോപ്പിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:44, 12 മണിയാവാറായിട്ടുണ്ട്. ഇത്ര നേരം TV ഒക്കെ കണ്ട് വ്ളോഗൊക്കെ കണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സമയം പോയി. അങ്ങനെ സമയം നോക്കിയപ്പോൾ 11:44. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വിശന്ന് തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബീൻസ് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം. പിന്നെ ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഫ്രോസണായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഇതിന് മെൽറ്റ് ആവണം. അത് മെൽറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചൊക്കെയായിരുന്നു. കുറച്ച് നേരമായി, മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീൻസ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്കും അത് ആവുമായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലിൽ ഇപ്പോൾ വെള്ളം ഇങ്ങനെ നിറച്ച് വയ്ക്കും. അപ്പോൾ ഇത് 2 തവണ നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റും. ചിലപ്പോൾ നടക്കാറില്ല, പക്ഷെ മാക്സിമം ശ്രമിക്കാറുണ്ട്. നമ്മുടെ കയ്യിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ അത്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് തന്നെയാണ് നമ്മുടെ കട്ടിംഗ് ബോർഡ്. ഇത് വെജിറ്റബിൾസ് അറിയാനും ഇതൊരു മരത്തിൻ്റെ ഒരു കട്ടിംഗ് ബോർഡാണ്. ഇത് എത്രയാ, 5 യൂറോയോ 6 യൂറോ എങ്ങാണ്ടുള്ളൂ. നമ്മുടെ പ്രിമാർക്കല്ല, നമ്മുടെ വൂൾസ് വർത്ത് അങ്ങനത്തെ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ എത്ര നാളെ, 3 വർഷമായില്ലേ. എന്തായാലും ഒരു 2.5 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ഈ ഒരു കട്ടിംഗ് ബോർഡ്. ഒരു കുഞ്ഞിതാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാർത്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ബീൻസും വല്ല ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. ഭയങ്കര ചെറുതായിട്ട് അങ്ങനെ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് സവാളയാണ്. സവാള അങ്ങനെ ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്യണമല്ലോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു സംഭവമാണ് ഗൈസ് ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സവാള നല്ല സ്മോൾ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ് ചെയ്യണേ. കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇടാമെന്ന്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് പിന്നെ കറക്റ്റായിട്ട് ഇതിൽ വയ്ക്കണം. അപ്പോൾ കട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ, വെള്ളം
ചെയ്ത് നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ മുളകും എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തോരന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. തോരനാണെങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലും മോരുകറി എന്തൊക്കെ ആണെങ്കിലും ഇവിടെ തേങ്ങ കിട്ടാൻ ഭയങ്കര പാട് എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റോർ കുറച്ച് ദൂരെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അവിടം വരെ പോയി വാങ്ങാൻ പാടായതുകൊണ്ട് ഇവിടെ മിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡ്രൈ ഇതെന്താ പറയണേ, ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഒക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പാണ് കേട്ടോ. പക്ഷെ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം ഓക്കെ ആവുന്നുണ്ട്. അതായത് തോരന് യൂസ് ചെയ്യും. പിന്നെ ഞാൻ എന്തെങ്കിലും അരപ്പ് പോലെ നമ്മൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാമ്പഴം ഇട്ടിട്ട് മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരപ്പ് പോലെ യൂസ് ചെയ്യാൻ നേരത്ത് ഈ തേങ്ങയെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അരപ്പ് പോലെ യൂസ് ചെയ്യും. തേങ്ങാപ്പാൽ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന നേരത്ത് തേങ്ങാപ്പാൽ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും ജസ്റ്റ് വെള്ളം കൂടി ഇട്ട് അടിച്ചിട്ട് അങ്ങനെ പിഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൊക്കോസ് റാസ്പെൽ, ഇത് യാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഇതാണ്. അങ്ങനെ പല ബ്രാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിത് റവേന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നെറ്റോയിൽ ഇതുപോലെ ഉണ്ട്. ഞാനിത് കണ്ടേക്കണം വരെ കേക്കിൻ്റെ സെക്ഷൻ്റെ ഒരു അടുത്തായിട്ടാണ്. പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തോരനൊക്കെ ആണെങ്കിലും ഇത് ഡയറക്റ്റ്ലി അങ്ങനെ ഇട്ടാൽ മതി ആവശ്യത്തിനനുസരിച്ച്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. കടുക് ഇടാം. ഞാൻ ഒരു 2 ഇട്ടുന്നുണ്ട്. മാറി. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നു. നമുക്കിതിലേക്ക് സവാള ഇടാം ഗൈസ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കൂടുതലും കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെ പച്ചക്കറികളാണ് കേട്ടോ. കൂടുതൽ ചിക്കൻ അതുപോലെ തന്നെ എന്തെങ്കിലും മീറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടം. അതിനേക്കാളും കുറച്ച് പച്ചക്കറികളായ കറികളൊക്കെ ഉണ്ടല്ലോ, ബീൻസ് തോരൻ, പയർ, അതുപോലെ തന്നെ അവിയൽ, അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് നാട്ടിലും പോയത് ഇത്തവണ. വീട്ടിലാകുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുമല്ലോ. കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്താ അവിയൽ കഴിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവിയലൊക്കെ കഴിക്കാൻ പറ്റി. 2-3 തവണ കഴിച്ചു കേട്ടോ. കപ്പ കഴിച്ചു. നാടൻ ഭക്ഷണങ്ങളാണ് ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്ടം. അതിന് മാറി വരുമോയെന്ന് അറിയില്ല കേട്ടോ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി ചേഞ്ച് ആവുമോയെന്ന് അറിയില്ല. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിക്കൻ കാര്യങ്ങളൊക്കെ കൂട്ടാൻ. ഇപ്പോഴും ചിക്കൻ കഴിക്കും, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കറികളാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഈ തേങ്ങയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ആ തേങ്ങ നമ്മൾ തേങ്ങ ചേർക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. കണ്ടോ ഗൈസ്, കട്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേണം. ഇതാണ് കേട്ടോ നമുക്ക് കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ ആണെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നോക്കട്ടെ, ഇത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലിന് ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ, നല്ല റേറ്റാണ്. അപ്പോൾ കടുകിടാം. വറ്റൽമുളക് ആഡ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും പിന്നെ നമ്മളതിലേക്ക് സവാളയും പച്ചമുളകും കൂടിയും ചോപ്പ് ചെയ്തല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി ഇത് ഉപ്പ് ആഡ് ചെയ്യാവേ. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് സവാളയൊക്കെ ഒന്ന് ഇതായപ്പോഴത്തേക്കും തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്യാം.
കറിവേപ്പില എൻ്റെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. കുറച്ച് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി കുറച്ചായിട്ട് ആഡ് ചെയ്യണം, എരിവ് കൊടുക്കും ഭയങ്കരമായിട്ട്. ചിക്കൻ മസാല ആഡ് ചെയ്യും. മസാല ആഡ് ചെയ്തു. ഗരം മസാല കുറച്ചായിരുന്നു, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമേ. കുറച്ച് പെപ്പർ പൗഡറും. ഞാനത് ഇങ്ങനെ പൊടികളൊക്കെ മാത്രമായിട്ട് സവാള ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ പൊടികൾ മാത്രമായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ ആ ഒരു പച്ച ആ ഒരു സംഭവം ഉണ്ടാവില്ല. ആ ഒരു പച്ച സ്മെല്ല് മാറുമ്പോൾ ഞാൻ എന്നിട്ട് ഒരുമിച്ച് ആഡ് ചെയ്യും. മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി ഇതിൽ യൂസ് ചെയ്യാം. ഇതൊന്ന് തിളച്ചിട്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. വീഡിയോ എടുത്തോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. പിന്നെ കുറേ നേരമായല്ലോ, അപ്പോൾ പിന്നെ വിചാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ബീൻസ് തോരൻ തേങ്ങാപ്പാലും കൂടിയും ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി. പിന്നെ ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ട് വച്ചേക്കാണ്. ഒരു വിസിലടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ട്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ അത് കുക്കായിട്ടുണ്ടാവും. പിന്നെ നമ്മളൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയി ഗൈസ്. അപ്പം ഞാൻ ഈ ഫുഡ് എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി, ബീൻസ് തോരൻ, പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരുമിച്ചാണ് ഞാൻ ചോറിനാൻ വേണ്ടി പോകുന്നത്. കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. പിന്നെ കുറച്ച് ടീ ഒക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ടി വി ഒക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇനി നമുക്ക് ഈവനിങ് സ്കിൻ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കിൻ കെയർ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുഞ്ഞു സ്കിൻ കെയറേ ഉള്ളൂ. ഒരു സെറം എന്തെങ്കിലും അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഓർഡിനറിയുടെ ഈ ഒരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാബ് ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസർ ഈ ഒരു കോസറസിൻ്റെ സ്നെയിൽ 92 ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ തീരാറായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. ഇപ്പോൾ വിൻ്ററൊക്കെ ആണല്ലോ, വിൻ്റർ മാറാൻ പോവുകയാണെങ്കിലും നല്ല ഡ്രൈ ആവും സ്കിന്ന് എപ്പോഴും. ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ലിപ് ബാമാണ്. വലിയ അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് മാക്സിമം ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കറൻറ്റ് റുട്ടീൻ എന്ന് പറയുന്നത്. ഡേ ഇൻ മൈ ലൈഫ്. ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, അതൊക്കെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ചാനലിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.